നമസ്കാരം. കേരള രാഷ്ട്രീയത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ രാഷ്ട്രീയ മാറ്റങ്ങളെയും അധികാര സമവാക്യങ്ങളെയും കുറിച്ചുള്ള ഒരു വിശകലനമാണിത്. ദീർഘകാലമായിട്ട് ഒരു പാർട്ടി അല്ലെങ്കിൽ പാർട്ടിയും ഭരണത്തെയും ഒക്കെ ഒറ്റയ്ക്ക് നിയന്ത്രിച്ചിരുന്ന ഒരു വ്യക്തിയുടെ അപ്രമാദത്തിന് ഒടുവില് ഒരു വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്നു എന്ന ഒരു യാഥാർത്ഥ്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന് നേരിടേണ്ടി വന്നത് കേവലം ഒരു പരാജയമല്ല, മറിച്ച് ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ചയാണ്. 8 നിലയിലല്ല 16 നിലയിലാണ് പാർട്ടി പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി പോയത്. ഈ കനത്ത പരാജയത്തോടെ പാർട്ടിക്കുള്ളിൽ ജനങ്ങൾക്കിടയിലൊക്കെ പ്രതിക്കൂട്ടിലായിരിക്കുന്നത് പഴയ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തന്നെയാണ്, യാതൊരു സംശയമില്ല. ജനങ്ങൾ പിണറായിയുടെ ആ ഏകാധിപത്യത്തിനും ആ അഹങ്കാരമുള്ള ആ ഒരു ഭരണ ശൈലിക്കും ഏകാധിപത്യ ശൈലിക്കുമെതിരെ ചിന്തിച്ചു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ വലിയ തോൽവി. ഇപ്പൊ ഒരു പക്ഷേ മറ്റുള്ളവർക്ക് അത് പറയാൻ കുറച്ച് പ്രയാസമുണ്ടാകും. എന്തായാലും രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറയാൻ പാർട്ടിക്കുള്ളിലെ സാധാരണക്കാരായ പ്രവർത്തകർക്ക് പോലും ഇപ്പോ ധൈര്യം വന്നിരിക്കുന്നു എന്നത് അതിന്റെ അങ്ങനെ തന്നെയായിരുന്നു എന്നതിന്റെ തെളിവാണ്. ജില്ലാ കമ്മിറ്റികൾ, അതിനുശേഷം ജില്ലാ കമ്മിറ്റികൾ തുറന്നു പറഞ്ഞിട്ടുള്ള ആ പറച്ചിൽ തന്നെ മറ്റൊരു ഉദാഹരണം. പിണറായി വിജയൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരുന്നുവെങ്കിൽ ഒരുപക്ഷെ പാർട്ടിക്ക് ഇത്രയും വലിയ ഒരു പ്രഹരം ഏൽക്കേണ്ടി വരില്ലായിരുന്നു എന്ന ഒരു അഭിപ്രായം ഇപ്പോൾ പോളിറ്റ് ബ്യൂറോയിൽ വരെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. പിണറായിക്ക് വ്യക്തിപരമായിട്ടും രാഷ്ട്രീയമായിട്ടും വലിയ ഒരു തിരിച്ചടിയാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമ്മാനിച്ചത്. ഇപ്പൊ ധർമ്മടത്ത് തന്നെ പോലെയുള്ള ഒരു മണ്ഡലത്തിലെ പാർട്ടിക്ക് ഏറ്റവും ഉറച്ച കോട്ടയിൽ പോലും കഴിഞ്ഞ തവണ നേടിയുള്ള ഭൂരിപക്ഷത്തിന്റെ പകുതി പോലും 10 വർഷം തുടർച്ചയായി ഭരിച്ചിട്ടുള്ള മുഖ്യമന്ത്രി സ്ഥാനം അലങ്കരിച്ച പിണറായിക്ക് നേടാൻ കഴിഞ്ഞില്ല, പിണറായി സ്ഥാനാർത്ഥിയായപ്പോൾ നേടാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഒന്ന് ചിന്തിച്ചാൽ മതി. വോട്ടെണ്ണലിന്റെ ആദ്യത്തെ 6 റൗണ്ടുകളിൽ പിണറായി വിജയൻ പിന്നിലായിരുന്നു. ഒരു തവണ പോലും ഒരു ബൂത്തിൽ പോലും മുന്നിൽ വന്നില്ല എന്നത് പാർട്ടിയെ സംബന്ധിച്ച് അങ്ങേറ്റം ഞെട്ടിക്കുന്ന കാര്യമാണ്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പിണറായിയെ വെല്ലുവിളിച്ചുകൊണ്ട് പാർട്ടിക്ക് പുറത്തു പോയവരെ, CPM-ന്റെ പുറത്തു പോയവരെ ജനങ്ങൾ 2 കൈയും നീട്ടി സ്വീകരിച്ച് വിജയിപ്പിക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ പിണറായി വിജയൻ എന്ന അജയ്യനായ ഒരു നേതാവിനെ പാർട്ടിക്കകത്തും പുറത്തും ഒരേപോലെ ദുർബലനാക്കിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണ്. ഈ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് പാർട്ടിയിലെ മുതിർന്ന നേതാവായ MA ബേബിയുടെ പുതിയ നീക്കങ്ങൾ പ്രസക്തമാകുന്നത്. പിണറായി വിജയൻ പാർട്ടിക്കുള്ളിൽ ദുർബലനായതോടെ ദുർബലനാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, നിയമസഭയിൽ എഴുന്നേറ്റ് പറയണ എന്ന് പറയേണ്ടി വന്നു, എഴുന്നേറ്റ് സംസാരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിന്റെ ഒരു ആജ്ഞാനുവർത്തിയായി മറ്റുള്ളവർ പറയുമ്പോൾ അതനുസരിക്കുന്ന ഒരു കുറിഞ്ഞിപ്പൂച്ചയായി പിണറായി മാറുന്നത് നമ്മൾ കാണുന്നുണ്ട്. പിണറായി വിജയൻ പാർട്ടിക്കുള്ളിൽ ഇത്തരത്തിൽ ദുർബലനായതോടെ അതിന്റെ പൂർണ്ണമായ ഒരു സ്വാതന്ത്ര്യം ഇപ്പോൾ MA ബേബി അനുഭവിക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ. വളരെ ചെറുപ്പത്തിൽ തന്നെ CPM-ന്റെ നേതൃനിരയിലേക്ക് ഉയർന്നു വന്ന ബേബി ഭാവിയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി വരെ ആകാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ അങ്ങനെ കൽപ്പിക്കപ്പെട്ടിരുന്ന ഒരു നേതാവാണ്. എന്നാൽ പിണറായി വിജയന്റെ ശക്തമായ ഇടപെടലുകൾ ഈ കഴിഞ്ഞ 10 വർഷം അദ്ദേഹം തന്നെ ഭരിക്കണം എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ ഏകാധിപത്യം, താൻ മാത്രം മതി എന്നുള്ള ഒരു ഇടപെടൽ ഒരർത്ഥത്തിൽ ബേബിയുടെ പാർലമെന്ററി രാഷ്ട്രീയത്തിലെ കുതിപ്പിനെ കടിഞ്ഞാണിട്ടിട്ടുണ്ട്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതില് കൊല്ലം മണ്ഡലത്തില് NK പ്രേമചന്ദ്രനെതിരെ CPM ഇറക്കിയ ട്രംപ് കാർഡായിരുന്നു MA ബേബി. അന്ന് സിറ്റിംഗ് MLA ആയിരുന്നിട്ടും ബേബിക്ക് പ്രേമചന്ദ്രന് മുന്നിൽ കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നത് നോക്കണം. ആ പരാജയത്തിന് പിന്നിൽ പിണറായി വിജയൻ നിരന്തരം നടത്തിയിട്ടുള്ള ചില പ്രയോഗങ്ങളായിരുന്നു എന്ന് കാണണം. ആ പ്രയോഗങ്ങൾ ആവർത്തിക്കരുത് എന്ന് ബേബി വ്യക്തിപരമായിട്ട് ആവശ്യപ്പെട്ടിട്ടും പിണറായി അത് ചെവിക്കൊണ്ടില്ല എന്നതുകൂടി നമ്മൾ ചേർത്ത് വായിക്കണം. അതോടെ ബേബിയുടെ പാർലമെന്ററി കരിയറിന് വലിയ ഒരു സ്വിച്ച് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്, വിരാമം ഇടാൻ വേണ്ടിയിട്ട് പിണറായിക്ക് കഴിഞ്ഞിട്ടുണ്ട്. കൊല്ലത്തെ തോൽവിക്ക് ശേഷം MLA സ്ഥാനം വരെ രാജിവെക്കാൻ ഇറങ്ങി പുറപ്പെട്ട ആളാണ് ബേബി. ഇന്ന് MA ബേബിക്ക് 72 വയസ്സായി കഴിഞ്ഞു. അടുത്ത പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ അദ്ദേഹത്തിന് 75 വയസ്സാവുകയും ചെയ്യും. പാർട്ടിയുടെ പ്രായപരിധി നിയമം അനുസരിച്ച് അതോടെ അദ്ദേഹം സജീവമായ പദവികളിൽ നിന്ന് വിരമിക്കേണ്ടിയും വരും. അല്ലാതെ വിരമിക്കാതെ തുടർന്നു പോകാൻ അദ്ദേഹം പിണറായി വിജയനൊന്നും അല്ലല്ലോ. ഇനി അദ്ദേഹത്തിന് ലോക്സഭയിലേക്കോ നിയമസഭയിലേക്കോ മത്സരിക്കാൻ കഴിയുകയുമില്ല. ഇനി ഒരു രാജ്യസഭാ സീറ്റിന്റെ കാര്യം ആലോചിക്കുകയും വേണ്ട. കാരണം കേരളത്തിൽ നിന്ന് ഒരാളെ രാജ്യസഭയിലേക്ക് വിജയിപ്പിക്കാൻ വേണ്ടി കുറഞ്ഞത് 36 വോട്ടുകൾ വേണം. എന്നാൽ ഇടതുപക്ഷത്തിന് ആകെയുള്ളത് 35 സീറ്റുകൾ മാത്രമാണ്. അതായത് രാഷ്ട്രീയമായി ഇനി പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ബേബിക്ക് പുതുതായി ഒന്നും നേടാനില്ല. ഈ പദവികളുടെയും ഈ അധികാരങ്ങളുടെയും ഒക്കെ ഒന്നുമില്ലായ്മയാണ് ബേബി ഇന്ന് അനുഭവിക്കുന്ന ഒരു വലിയൊരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. നഷ്ടപ്പെടാൻ ഇനി ഒന്നുമില്ലാത്തത് കൊണ്ട് തന്നെ ദുർബലനായ പിണറായി വിജയനെതിരെ പാർട്ടിക്കുള്ളിൽ പുതിയ ഒരു ചേരി രൂപീകരിക്കാനും തന്റെ നിലപാടുകൾ അതിശക്തമായി വിളിച്ചു പറയാനും ഉള്ള ഒരു പൂർണ്ണ
സ്വാതന്ത്ര്യത്തിലാണ് ഇപ്പോ എം.എ. ബേബി. ഈ മാറ്റങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. കേരള രാഷ്ട്രീയത്തില്, CPM-ന്റെ രാഷ്ട്രീയത്തില് വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്നത്. അത് കേരളത്തിലെ ജനങ്ങൾ, പാർട്ടിയെ വിശ്വസിക്കുന്ന, CPM-നെ വിശ്വസിക്കുന്ന, ഏകാധിപത്യം ആഗ്രഹിക്കാത്ത വലിയൊരു വിഭാഗം ജനങ്ങൾ, അവർ അത് ഏറ്റുപാടുന്നത് നമുക്ക് കാണാൻ കഴിയും എന്നതിൽ യാതൊരു സംശയവും വേണ്ട. Different angles. Don't forget to subscribe and support this channel.